ഡൽഹിയിലെ റെഡ് ഫോർട്ടിനടുത്ത് ലാൽ കിലയിലെ 6:55 അത്യുഗ്ര സ്ഫോടനം. ഒരു കാറ് പൊട്ടിത്തെറിച്ചു. ആ കാറിൽ നിന്ന് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് റോട്ടിൽ ചെതറി വീണു. തൊട്ടടുത്ത് 3 കാറുകൾക്ക് തീപിടുത്തമുണ്ടായി. 6:55 ഈ സംഭവം. ഇതൊരു IED സ്ഫോടനമെന്ന് കരുതപ്പെടുന്നു. ഒരു ഭീകരാക്രമണത്തിലേക്കാണ് ഇത് സംശയിക്കുന്നത്. 7-7:30 അവിടുത്തെ തീകൾ എല്ലാം കെടുത്താൻ സാധിച്ചെങ്കിലും ഏകദേശം 9 മരണം സ്ഥിരീകരിച്ചു. 36 പേർക്ക് പരിക്കുണ്ട്. 6 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അമിത്ഷാ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. ഡൽഹിയിലെ കമ്മീഷണർ ഇതൊരു IED എക്സ്പ്ലോഷൻ ആണ് എന്ന് ചോദിച്ചപ്പം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. എന്തായാലും CRP അതുപോലെ CSFൻ്റെ ടോപ്പ് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കഴിഞ്ഞു. ഡൽഹിയിലെ കൂടുതൽ സ്ഥലങ്ങളും ഗാർഡ് ചെയ്യുന്നത് CSF ആണ്. അതുകൊണ്ട് ഈ സ്ഫോടനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ബോംബെ സ്ഫോടനം പോലെ ഒരു പ്ലാൻഡ് സ്ഫോടനമാണ് ഓൾ ഡൽഹിയിൽ നടത്തിയത്. ലാൽ കിലയിലെ ഈ സ്ഫോടനം ഇന്ത്യയെ ഞെട്ടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തുടക്കം എന്താണ്, ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഫോടനം നടത്താനുള്ള കാരണം എന്താണ് എന്നൊക്കെ വിശദമായ അന്വേഷണം വേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ 2 UPക്കാരെയും ഒരു ഹൈദരാബാദുകാരനെയും ചില തോക്കുകളുമൊക്കെ ആയിട്ട് ഇടപിടിച്ചു. ഒന്ന് ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു UPക്കാരനും മറ്റൊരു UPക്കാരൻ മുസ്ലിമും ഉണ്ട്. ഡോക്ടർ ഹൈദരാബാദുകാരനാണെന്ന് പറയുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്ത സമയത്ത് ഗുജറാത്തിൽ അതേ വെച്ച് പോലീസിൻ്റെ അറസ്റ്റ് നടക്കുമ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ 4 റിവോൾവർ ഉണ്ടായിരുന്നു. ചില എക്സ്പ്ലോസീവ് മെറ്റീരിയലുകളുണ്ട്. ഏതായാലും ഒരു പ്ലാൻഡ് എക്സ്പ്ലോഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഒരു അക്രമം നടത്തുന്നവർക്ക് വേണ്ടി സാധനം സപ്ലൈ ചെയ്തതാണെന്ന് കരുതുന്നു. ഡൽഹിയിലെ ഇന്നത്തെ 6:55 സ്ഫോടനമായിട്ട് തീർച്ചയായിട്ടും അതിനൊരു ബന്ധമുണ്ട്. ഈ സ്ഫോടനത്തിൻ്റെ ഒപ്പം സൈമുൾട്ടേനിയസായിട്ട് ഗുജറാത്തിലൊരു സ്ഫോടനം നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹിയിലെ ഈ സ്ഫോടനം നടന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് അത് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ലാൽ കില മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള ഈ സ്ഫോടനം, അവിടെ ഒരു കാറ് വളരെ വന്നു, അവിടുത്തെ റോഡ് സിഗ്നലിൻ്റെ അവിടെ വന്ന് പതുക്കെ നിന്ന് ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വരുന്നത്. മനുഷ്യ മാംസങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുന്നതുകൊണ്ട് ഇതൊരു ചാവേറാക്രമണമായിട്ട് തന്നെ കരുതേണ്ടി വരും. ചാന്ദിനി ചൗക്കിലെ മെട്രോ സ്റ്റേഷനിലെ ഫയർഫോഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടറും അദ്ദേഹം ഇതൊരു IED സ്ഫോടനമാണ് ആയിരിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യവും പറഞ്ഞു വച്ചു. ഏതായാലും ഒരു കാർ അവിടെ വന്ന് നിന്ന് അത് റെഡ് സിഗ്നൽ കൊടുക്കുന്നിടത്തോട് വന്ന് പതുക്കെ വന്ന് നിന്നിട്ടാണ് ഉടൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അവിടെ അതിനോടനുബന്ധിച്ച് അടുത്ത് കിടന്ന കാറിലേക്ക് തീ പടർന്നുകൊണ്ടാണോ അടുത്തടുത്ത് കിടന്ന കാറുകളിൽ ചിലത് എക്സ്പ്ലോഡ് ചെയ്തു. ഒരു ഓട്ടോറിക്ഷ എക്സ്പ്ലോഷൻ തകർന്നു അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ഒരു IED സ്ഫോടനം തന്നെയാണ് എന്ന് കരുതേണ്ടിയിരുന്നു. ബോംബെയിലും നമുക്കറിയാം നേരത്തെ ഉണ്ടായ IED സ്ഫോടനങ്ങൾ. എന്തായാലും ഡൽഹി പോലീസ് വളരെ അലർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ കമ്മീഷണർ പറയുന്നത് ഇതൊരു IED സ്ഫോടനമാണെന്ന് കരുതുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട് തീർച്ചയായിട്ടും ഇതൊരു IED സ്ഫോടനം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെ. കാരണം ഒരു കാറ് വളരെ സ്പീഡ് കുറഞ്ഞ് പതുക്കെ വന്നിട്ട് ആ സിഗ്നലിൻ്റെ അവിടെ വന്ന് റെഡ് സിഗ്നലിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഉടൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു.
ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ 2, 3, 4 പേരെങ്കിലും അതിനകത്ത് ഉണ്ട് എന്ന് സാക്ഷികളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ചാവേർപ്പട തന്നെയാണ് എന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉടൻ തന്നെ അലർട്ടിലേക്ക് വരണം. ഗുജറാത്തിലെ ഇതിന് 2 ദിവസം മുമ്പുള്ള ഒരു അറസ്റ്റും അതും സൈമൾട്ടേനിയസ് ആയിട്ട് 1-2 സ്ഥലങ്ങളിൽ എക്സ്പ്ലോഷൻ നടത്താൻ തന്നെ ഒരു പ്ലാൻ പോലെയാണ് തോന്നുന്നത്. എങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ പോലീസ് ചീഫും അവിടുത്തെ മേധാവികളും ഒക്കെ അലർട്ടായിരിക്കണം. കാരണം ഈ സ്ഫോടനത്തിന് തുടർച്ചയായ സ്ഫോടനം ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് എല്ലാവരും അലർട്ടായിരിക്കണം, ജനങ്ങളും അലർട്ടായിരിക്കണം. സംശയാവശമായ എന്തെങ്കിലും നീക്കങ്ങളോ ഒക്കെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണം നാട്ടുകാർ. കാരണം ഇപ്പോഴത്തെ ഈ സംഭവത്തിൻ്റെ അനുബന്ധിച്ച് ചില തുടർചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നടത്തിയോ ഇല്ലയോ നമുക്കറിയത്തില്ല. എങ്കിലും 6:55 സ്ഫോടനം, 6:55 PM നടന്ന സ്ഫോടനം ഒരു 7:30 ആ തീയൊക്കെ ഡൽഹി പോലീസിനും ഫയർഫോഴ്സിനും അത് അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് വരുന്നത്. ഏതായാലും ഈ മാറ്റർ പ്രധാനമന്ത്രിയെ അപ്പോൾ തന്നെ അമിത്ഷാ അലർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. ഡൽഹി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അലർട്ടാണ്. സംഭവം ഓൾഡ് ഡൽഹിയിലാണ് എങ്കിലും ഇന്ത്യയുടെ ഹൃദയമായ, ഇന്ത്യയുടെ അധികാരത്തിൻ്റെ ചിഹ്നമായ ചെങ്കോട്ടയ്ക്ക് അടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ന്യൂഡൽഹിയിലും അതിന് സമീപ പ്രദേശത്തിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റായ സ്ഥലങ്ങളിൽ എല്ലാവരും സടകുഴഞ്ഞ അലർട്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായും രാജ്യസ്നേഹികളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇതിനെ ചെറുക്കേണ്ട സമയം തന്നെയാണ്.